മീഡിയയുടെ 18ാമത്തെ ചിത്രവുമെന്ന സവിശേഷതയും ഈ സിനിമയ്ക്ക് സ്വന്തം. അതോടൊപ്പം ദിലീപേട്ടൻ 148 എന്നൊരു ബിഗ് മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്തിരിക്കുകയാണ്. ആ ഒരു സന്തോഷത്തോടെയും അഭിമാനത്തോടെയും നമുക്ക് ചടങ്ങുകൾ ആരംഭിക്കാം. ആദ്യമേ തന്നെ ചിത്രത്തിന് എല്ലാവിധ ആശംസകളും ഏറ്റവും സന്തോഷത്തോടു കൂടി തന്നെ അറിയിക്കുന്നു. And now, ladies and gentlemen, it's time to welcome the much awaited personality on the stage. മലയാളത്തിന്റെ ജനപ്രിയ നായകൻ. മറ്റൊരു ആക്ടർക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അവശേഷിപ്പിച്ചാണ് ടോപ്പ് ക്ലാസ് പെർഫെക്ഷനിൽ മലയാളത്തിന്റെ ജനപ്രിയ നായകൻ ദിലീപേട്ടൻ ഓരോ കഥാപാത്രങ്ങളും നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. എല്ലാ സ്നേഹത്തോടെയും ആശംസകൾ അറിയിച്ച് അഭിമാനത്തോടെ തന്നെ നമ്മുടെ സ്വന്തം ദിലീപേട്ടനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ദിലീപേട്ടന്റെ നായികയായി മലയാളത്തിൽ അരങ്ങേറ്റം കുറിക്കുന്ന ദ വെരി ഗോർജിയസ് പ്രണീത സുഭാഷ്. സൂര്യ, കാർത്തി, മഹേഷ് ബാബു തുടങ്ങിയ നിരവധി താരങ്ങളുടെ നായികയാണ് ഇനി ദിലീപേട്ടന്റെ നായികയായി മലയാളത്തിൽ നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്. ഏറ്റവും സ്നേഹത്തോടു കൂടി പ്രണീത മാമിനെ സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി നീത പിള്ളൈ, നല്ലൊരു കൈഡി നൽകി നീത പിള്ളൈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഡയറക്ടർ, മ്യൂസിക് ഡയറക്ടർ, ആക്ടർ ശ്രീ നാദർശകയെ ഏറ്റവും ആദരവോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സിനിമയുടെ ഏറ്റവും പ്രൗഢമായ അഭിമാനപൂർണമായ ഒരു ദിവസം തന്നെയാണ് ജനപ്രിയ നായകൻ ദിലീപേട്ടന്റെ 148ാമത് ചിത്രത്തിന്റെ സ്വിച്ച് ഓൺ ചടങ്ങിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നമ്മൾ കാത്തിരുന്ന സ്വിച്ച് ഓൺ സെറിമണിയിലേക്ക് നമ്മൾ കടക്കുന്നു. The much awaited switch on ceremony of the 148th film of the actor Shri Dileep along with the first flag. ஸோ நானும் ஏதோ ஒரு விதத்தில் அசோசியேட்டடுன்னு நினைக்கும் போது ரொம்ப ரொம்ப சந்தோஷமாக இருக்குது. இந்த ஸ்கிரிப்ட் ரொம்ப பியூட்டிஃபுல்லாக வந்திருக்குன்னு நாங்கள் கேள்விப்பட்டோம். அண்ட் இது வந்து எங்கள் அப்பா தான் சொன்னார். ஸோ இட்ஸ் அ கிரேட் அசோசியேஷன். ஸோ ஐம் ஷுவர் இட்ஸ் கோன் பி அன் அமேசிங் ஃபிலிம். அண்ட் மேலும் இப்போது இட் இஸ் நாட் முதல்ல மாதிரி தெர் இஸ் நோ மலையாளம் ஃபிலிம் ஆர் ஒரு கன்னடா ஃபிலிம் ஒரு தமிழ் ஃபிலிம். we are all having a pan India after this COVID and after this beautiful the social network லாம் பெருசானதுல இருந்து all kinds of films have been appreciated, especially மலையாளம் ஃபிலிம்ஸை வந்து ஒரு ஸ்டேஜ்லேயே வந்து எங்களுக்கு என்ன ஆரம்பிச்சிச்சுன்னா மலையாளம் ஃபிலிம் வந்து இந்தியாவை ப்ரெசென்ட் பண்ணுற லெவலில் அந்த அந்த கைண்ட் ஆஃப் ஃபிலிம்ஸ் தேவ் ஸ்டார்டட் மேக்கிங். என்னோட நிறைய ஃப்ரெண்ட்ஸ் ஃப்ரம் ஆல் ஓவர் த வேர்ல்டு இந்த மாதிரி மெசேஜ்லாம் பண்ணும்போது வை டோன்ட் யூ டூ ஃபிலிம்ஸ் லைக் திஸ், മലയാളം പടம்லாம் എടുக்கிறாங்களே, ஸோ ஏன் அந்த மாதிரி நீங்கள் பண்ணக்கூடாது அப்படிங்கிற மாதிரி நான் சொன்னோம். ആദ്യം തന്നെ സർവശക്തനായ ദൈവത്തിനോട് നന്ദി പറയുന്നു. ഇത്രയും സിനിമകൾ ചെയ്യാൻ സാധിച്ചതിൽ ശരിക്കും പറഞ്ഞാൽ മിമിക്രി തുടങ്ങിയ കാലഘട്ടം മുതൽ എൻ്റെ പ്രേക്ഷകർ തന്ന കയ്യടി, അതുപോലെ തന്നെ എനിക്ക് നല്ല കഥാപാത്രങ്ങൾ തന്ന എൻ്റെ കഥാകൃത്തുക്കൾ, എന്നെ വെച്ച് സിനിമകൾ ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട സംവിധായകർ, എൻ്റെ നിർമ്മാതാക്കൾ, എല്ലാവരോടും ഞാൻ ഈ നിമിഷത്തിൽ നന്ദി പറയുകയാണ്. കാരണം ഈ D148 വരെ എത്തണമെങ്കിൽ ഇവരാരും ഇല്ലെങ്കിൽ അത് എത്തില്ലായിരുന്നു. അതുകൊണ്ട് ഓരോ ആളുകളോടും ഞാൻ ഈ നിമിഷത്തിൽ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കമ്പനികളിലൊന്നായ സൂപ്പർ ഗുഡ് ഫിലിംസും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ സുഹൃത്തായ റാഫിക്കയുടെ ഇഫാർ ഇൻ്റർനാഷണലും ചേർന്ന് ഈ സിനിമ നിർമ്മിക്കുന്നതിൽ വലിയ വലിയ സന്തോഷമുണ്ട്. കാരണം നമ്മൾ ചരിത്രത്തിൻ്റെ ഭാഗമാകുന്ന ആളുകളാണ്. അതിൽ എടുത്തു പറയേണ്ട ഒരാളാണ് ചൗധരി സാറ്. അത്രയധികം ഇൻഡസ്ട്രിയിൽ തന്നെ അത്രയധികം എക്സ്പീരിയൻസും അത്രയും ആളുകളായിട്ട് അത്രയും നടന്മാരെ കണ്ട അത്രയും ടെക്നീഷ്യൻസിനെ കണ്ട വലിയൊരു പ്രതിഭ
അദ്ദേഹത്തിൻ്റെ സിനിമയിൽ എനിക്ക് വീണ്ടും അഭിനയിക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷം. ഇഫാറുമായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് സിനിമ ചെയ്യുന്നത്. അതുപോലെ തന്നെ പുതിയ സംവിധായകനായിട്ടാണ് രതീഷ് ഹുട്ടൽ എന്ന് പറഞ്ഞ സിനിമ ചെയ്തത്. ആ സിനിമ കൊച്ചു സിനിമയെന്ന് അദ്ദേഹം പറയുകയുണ്ടായെങ്കിലും അത് വലിയൊരു സിനിമയായിട്ടാണ് ജനങ്ങളുടെ മനസ്സിലെത്തിയത്. ഇതിൻ്റെ കഥ കേട്ടപ്പോൾ തന്നെ ഇതൊരു നടന്ന സംഭവത്തിനെ ബേസ് ചെയ്തൊരു കഥയായതുകൊണ്ട് ഇത് ജനമനസ്സുകളിൽ ഭയങ്കരമായിട്ട് ഇത് സ്ഥാനം പിടിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ വലിയ സന്തോഷം. അതുപോലെ തന്നെ നമുക്ക് ഇന്ന് ചൗധരി സാറ് ഇത്തിരി തിരക്കിലായതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട മകൻ ജിയോ സാർ ഇവിടെ എത്തി നമ്മളുടെ കൂടെ നിമിഷങ്ങൾ പങ്കുവച്ചു. വലിയൊരു സന്തോഷം. അതുപോലെ തന്നെ എൻ്റെ ഈ സിനിമയിലെ പ്രിയപ്പെട്ട നയമാർ പ്രണീത ആദ്യമായിട്ടാണ് മലയാളത്തിലേക്ക് വരുന്നത്. അതിൽ നീന ഞങ്ങൾ ആദ്യമായിട്ടുള്ള കോമ്പിനേഷനാണ്. എന്തായാലും ഈ സിനിമ ഇതുപോലെ ഒരുപാട് പേര്, മനോജ്, കുറേ പേര്, ഒരുപാട് പേരുണ്ട്. സിദ്ദിഖ് തുടങ്ങി ഒരുപാട് മലയാളത്തിലെ ആർട്ടിസ്റ്റുകൾ ഒരുപാട് പേരുണ്ട്. തമിഴിൽ നിന്നുണ്ട്, എല്ലാ ലാംഗ്വേജിൽ നിന്നും. ഇപ്പോൾ ജിയോ സാർ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു പാൻ ഇന്ത്യൻ ആഫ്റ്റർ കോവിഡ് എന്ന് പറയുന്ന പോലെ ഇന്ത്യൻ സിനിമയായി മാറിക്കൊണ്ടിരിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഈ സിനിമ വലിയൊരു വിജയമാവട്ടെ. അതുപോലെ ഇവിടെ വന്ന മീഡിയ സുഹൃത്തുക്കൾക്കും ഇവിടെ വന്ന എല്ലാവർക്കും എല്ലാ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു സോ മച്ച്. Alaikum Vanakkam. Very happy to be here. As of now, of course, I can't speak Malayalam, but hopefully by the end of the movie, I'll be able to speak in Malayalam in our next press meet. Very happy to be debuting with none other than superstar Dilip sir, and in a movie produced by R.B. Chaudhary sir's banner. It's really happy that I'm here in Malayalam and with such an amazing crew. Looking forward to it. Thank you so much. ഒത്തിരി സന്തോഷം. ഇറ്റ്സ് ആൻ അബ്സല്യൂട്ട് ഓണർ ടു ബി ഓൺ ബോർഡ് വിത്ത് ദിസ് ടീം. ഇതുപോലെ വലിയൊരു പ്രൊഡക്ഷൻ ഹൗസ് സൂപ്പർ ഗുഡ് ഫിലിംസും റാഫി സാറും അതുപോലെ രതീഷ് സാറിനോടും ഒക്കെ നന്ദി പറയുന്നു എന്നെ ഈ ക്യാരക്ടർ ചെയ്യാനായിട്ട് ഈ മൂവിയിലേക്ക് വിളിച്ചതിന്. പാപ്പൻ കഴിഞ്ഞ് ഞാൻ ചെയ്യാൻ പോകുന്ന ചിത്രമാണിത്. പാപ്പനിലെ ജോഷി സാറും ഡേവിഡ് സാറും ഒക്കെ ഇവിടെ ഉള്ളതിൽ ഒരുപാട് സന്തോഷം. ദിലീപ് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് അതിലും വലിയൊരു അനുഗ്രഹമായി കരുതുന്നു. ഈ മൂവി എല്ലാം നന്നായി പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവർക്കും ആശംസിച്ചുകൊണ്ടും നിർത്തുന്നു. ആൻഡ് താങ്ക് യു ജീവ ഫോർ ടേക്കിംഗ് ദ ടൈം ടു ബി ഹിയർ. ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു വെരി മച്ച്.